ഹലോ നമസ്കാരം. ഇന്നത്തെ റെസിപ്പി പപ്പായ കൊണ്ടുള്ള ഒരു എരിശ്ശേരിയാണ്. അതിനുവേണ്ടി ആദ്യം പപ്പായ തൊലി കളഞ്ഞ് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ കൂടെ വൻപയറും കൂടി ചേർക്കേണ്ടതുണ്ട്. പക്ഷേ ഞാനിവിടെ നേരത്തെ വേവിച്ച് വെച്ചതുകൊണ്ട് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. കഷ്ണങ്ങൾ വെന്തതിന് ശേഷം പയർ ചേർത്ത് വേവിച്ചാൽ മതിയാവും. ഇനി ഈ കഷ്ണങ്ങളിൽ 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 കപ്പ് വെള്ളവും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അടച്ച് വെച്ച് അടുപ്പത്ത് വയ്ക്കുക. കഷ്ണങ്ങളൊന്ന് വേകട്ടെ. ആ സമയത്തിന് നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം. അതിന് മുന്നേ ഈ കഷ്ണങ്ങൾ നോക്കി വെന്തതിന് ശേഷം പയർ വേവിച്ച് മാറ്റി വെച്ചത് ഒരു 1/4 കപ്പ് മതിയാവും. അത് ചേർക്കുക. ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് മൂടി വയ്ക്കുക. അതിന് ശേഷം കുറച്ച് മഞ്ഞൾ, ജീരകം, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഇവിടെ ഞാൻ എരിവിന് വേണ്ടി കാന്താരിയാണ് ചേർത്തിരിക്കുന്നത്, ഒരു 6-7 കാന്താരി, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചതിന് ശേഷം 1/2 കപ്പ് തേങ്ങ ഒന്ന് ചതച്ച് ഒതുക്കിയെടുത്താൽ മതിയാകും. നല്ലതുപോലെ അരയണമെന്നില്ല. അരച്ച് മാറ്റി വയ്ക്കുക. അരപ്പ് മാറ്റി വയ്ക്കുക. ഇതിൻ്റെ നമ്മൾ അമ്മി കഴുകിയ വെള്ളം, ഈ അരപ്പ് വെള്ളം കുറച്ച് മാറ്റി വയ്ക്കണം. നമുക്ക് പിന്നീട് വെള്ളം പോരാതെ വന്നാൽ ഇത് ചേർത്താൽ മതിയാകും. ഇനി കഷ്ണങ്ങൾ വെന്തോ നോക്കിയതിന് ശേഷം അരപ്പ് അതിലോട്ട് ചേർക്കാം. അതൊന്ന് യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് അരപ്പൊന്ന് വേകട്ടെ. ഒരു 5 മിനിറ്റിന് ശേഷം എല്ലാം കൂടി ഒന്ന് ഉടച്ച് ചേർക്കുക. പയറും പപ്പായ എല്ലാം കൂടെ ഒന്ന് ഉടച്ച് ചേർത്തതിന് ശേഷം പിന്നീട് നമുക്ക് വെള്ളം പോരെങ്കിൽ ആ മാറ്റി വെച്ച് അരപ്പ് വെള്ളം അതിലോട്ട് ഒഴിക്കാം. നല്ലതുപോലെ ഇളക്കി പാകത്തിന് പരുമാവുമ്പോൾ നിർത്താം. ഇപ്പോൾ പപ്പായ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ഒഴിക്കണം. കുറച്ച് വെളിച്ചെണ്ണയും കടുക്, ചെറിയ ഉള്ളി അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി വറുത്തതിന് ശേഷം ഇതിലോട്ട് ചേർക്കുക. പപ്പായ എരിശ്ശേരി തയ്യാറായി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.